ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് ഊശാന പെരുന്നാൾ. നിന്ദ്യമായ കഴുതക്കുട്ടിയുടെ മേൽ യേശുതമ്പുരാൻ യെരുശലേം ദേവാലയത്തിലേക്ക് ആഘോഷമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ. റാലികളുടെയും ശക്തി പ്രകടനങ്ങളുടെയും വൻ ജാഥകളുടെയും ഒരു കാലമാണ് നമ്മുടേത്. അതിൽ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാത്ത കാലം. ശബ്ദമുഖരിതമായ ഇടങ്ങളാണ് എമ്പാടും. ഊശാന പെരുന്നാളിലെ ആഘോഷയാത്ര ഓർമ്മകളിൽ ഉണരുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഒരു കഴുതയുടെ മേൽ പൂക്കളുടെയും കൊമ്പുകളുടെയും അകമ്പടിയോടെ വസ്ത്രം വിരിച്ച വഴികളിലൂടെയുള്ള ലളിത സുന്ദര യാത്ര. നമ്മുടെ കാലത്തെ ഘോഷയാത്രകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമ്മുടെ പ്രകടനങ്ങളെല്ലാം നേടിയെടുക്കലിന് വേണ്ടിയുള്ളതാണ്. അവകാശ സമരങ്ങൾ മാത്രമാണ്. അത് ഒരർത്ഥത്തിൽ കടമകൾ മറക്കലും കൂടെയാണ്. ജീവനായി ദാഹിക്കുന്ന രോഗികളുമായി കടന്നു പോകുന്ന ഒരു ആംബുലൻസ് പോലും കടത്തിവിടാത്ത ലഹരി പിടിച്ച നമ്മുടെ പ്രദക്ഷിണങ്ങൾ പോലും നല്ല ശമരിയക്കാരന്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടുമെന്നത് നിശ്ചയമാണ്. സത്യത്തിൽ അവരവരുടെ രക്ഷപ്പെടലിന് വേണ്ടിയാണ് നാം ജാതിയായും മതമായും എല്ലാം തിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഊശാന പെരുന്നാളിൽ സംഭവിച്ചത് മനുഷ്യരാശിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തമ്പുരാന്റെ പീഡാനുഭവങ്ങളുടെ വിളംബര ജാഥയാണ് അത്. പൊതു നന്മയ്ക്കു വേണ്ടിയുള്ള ശബ്ദമുയർത്തലുകളെല്ലാം ഊശാന പാട്ടുകളാണ്. അത് രക്ഷകന്റെ വരവിനെ അറിയിക്കലാണ്. നിർഭാഗ്യവശാൽ അതിന്റെ പിന്നാലെ പോകുന്നവർ എത്ര കുറവാണ്. എണ്ണത്തിൽ ഒപ്പമുണ്ടായിരുന്ന പലരും കുരിശിന്റെ വഴിയിൽ ദൂരെ മാറി നിൽക്കുന്നു, ഒറ്റുകൊടുക്കുന്നു, തള്ളിപ്പറയുന്നു. പ്രിയമുള്ളവരെ, ആരും ആരുടെയും തുണയ്ക്കെത്താത്ത ഈ കാലത്ത് ദൈവമേ, ഒരു കഴുതയുടെ റോളെങ്കിലും ലഭിക്കുന്ന ഒരു വിമോചന യാത്ര ആയുസ്സിൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ. കുരുത്തോലകൾ പുതിയ നാമ്പുകളാണ്. ജീവിതത്തിന്റെ ഏറ്റവും പുതിയ പ്രതീക്ഷകളെയാണ് ഇന്ന് വാഴ്ത്താൻ ഏൽപ്പിക്കുന്നത്. തമ്പുരാൻ